ഉച്ചരിപ്പാൻ കഴിയാത്തത് കൊണ്ട് അവൻ ഉടനെ സിബോലത്ത് ഷാ വഴങ്ങുകയല്ല. അങ്ങനെ പിടികൂടുന്നേ. മനസ്സിലായോ? ചിലര് പറഞ്ഞു കേട്ടില്ലേ, ചിലര് ഴാ വഴങ്ങത്തില്ലല്ലോ, ഴായ്ക്ക് പകരം ചിലര് പഴം. പണ്ട് TV തോമസാ പറഞ്ഞത് പളമല്ല പഴം. അത് ക്ലിയർ ആക്കി കൊടുത്തു. നമുക്കെല്ലാം അറിയത്തില്ല, ആർക്കുമെല്ലാം അറിയത്തില്ല. എന്നാൽ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പഠിച്ചു മിടുക്കരാകാം. ഞാൻ എന്നെ പ്രതിയാക്കിയായി പറയുന്നത്. സ്തോത്രം. അതിന് ബന്ധപ്പെടണം, സമയം മെനക്കെടണം. കുറഞ്ഞ പക്ഷം നമ്മൾ കേരളത്തിലല്ലേ, മലയാള ഭാഷയെങ്കിലും വേണ്ടേ, ഉച്ചാരണം വേണ്ടേ, ഉച്ചാരണ ശുദ്ധി. അതിനാ പണ്ട് നിലത്തെടുത്ത് നന്നായിട്ട് എന്നെ ഈ ആശാൻ പത്മനാഭനാശാൻ കയ്യെ പിടിച്ച് ഇങ്ങനെ എഴുതിച്ചത്. എന്നിട്ട് തന്നെ ഒത്തില്ല. ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല പെരുക്ക് കൊടുത്തോളാൻ. അതുകൂടെ കിട്ടിയപ്പോൾ ആശാൻ നല്ല അടിച്ചാ പഠിപ്പിച്ചേ. ഉച്ചാരണ ശുദ്ധി ചൊല്ലി പഠിപ്പിക്കും. അപ്പൊ ഈ ശിബോലത്ത് എന്ന് പറയുമ്പോൾ ഇവർക്ക് തിരിയത്തില്ല. ഇവരുടനെ സിബോലത്ത് എന്ന് പറയും. അപ്പൊ അങ്ങനെ പിടികൂടുന്നത്. ഞാനും നിങ്ങളുമെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ക്ലിയർ ആയിരിക്കണം. ഉച്ചാരണം ഇതെന്തുവാ പ്രാർത്ഥിക്കുന്നെന്ന് കേൾക്കണ്ടേ? കേട്ടാ ചൊല്ലി ആമേൻ പറയണ്ടേ? പ്രസംഗിക്കുമ്പോഴാണെങ്കിലും 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് അത് ക്ലിയർ ആകണ്ടേ? അത്യാവശ്യമാണ്. അല്ല അമ്മ പറഞ്ഞ പോലീസ് പറഞ്ഞതുപോലെ അങ്ങനെയാണോ പറഞ്ഞ? കർത്താവ് പൗലോസ് പറഞ്ഞതുപോലെ അങ്ങനല്ലേ പറയണ്ടേ? പോലീസ് പറഞ്ഞ പോലെ. പോലീസ് എന്നാ പറഞ്ഞു? വളരെ ക്ലിയർ ആയിരിക്കണം. ഇപ്പം ഞാൻ അത്ര പറയുന്നുള്ളൂ. ഒരാളല്ല പലരും. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ഇരുന്ന്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ക്ലിയർ ആയിരിക്കണം. അതെ, അങ്ങനെ അങ്ങ് വിടുക ആ ഭാഗം. അപ്പൊ ഏലിയാവ്, കർമ്മേലിലെ ഏലിയാവിന്റെ വിശേഷത ഒന്ന്, ആമേൻ സ്തോത്രം, കാര്യവും കാരണവും മുഖത്ത് നോക്കി ഓടിച്ചങ്ങ് നിർത്താം. 2, ഈ ജനക്കൂട്ടത്തെ കണ്ട് പുള്ളി പതറുകയല്ല. നിങ്ങൾ ആ 21-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? കിടക്കുന്നു കണ്ടോ? സർവ്വജനത്തോടും ഒരു വലിയ കൂട്ടം എതിര് നിൽക്കുക. ഏലിയാവ് ഒരുത്തൻ മാത്രമാണെന്ന് ഓർക്കണം. ജനക്കൂട്ടത്തെ കണ്ട് പുള്ളി ഇളകുന്നില്ല, പേടിക്കുന്നുമില്ല. സർവ്വജനത്തോടും കാര്യം തീർത്ത് പറയുക. സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? നിങ്ങൾ എത്രത്തോളം ഈ 2 തോണിയില് കാൽ വയ്ക്കും? അത് ശരിയല്ലല്ലോ, 2 തോണി കാല് വെക്കുന്നത്. 2 തോണിയില് അത് ഒരു ദൈവ പൈതലിന് യോജിച്ചതല്ല. ദൈവ പൈതലിന് യോജിച്ചതല്ല. ഈ വീട്ടിൽ ചെന്ന് ന്യൂസ് പിടിച്ച് അപ്പുറത്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് ഒരു ദൈവ പൈതലിന് ചേർന്നതല്ല. അച്ചായിന്റെ ഇന്ന് ന്യൂസ് പിടിച്ച് അമ്മാമ്മയ്ക്ക് കൈമാറുന്നതും ശരിയല്ല. അമ്മാമ്മയുടെ അച്ചായന്റെ കയ്യിൽ നിന്ന് ന്യൂസ് എടുത്ത് അച്ചായന്റെ അനിയനും അനിയത്തിക്കും കൊടുക്കുന്നത് ഭക്ഷണം വരാൻ കുറച്ചുകൂടെ വൈകുന്നത് നന്നെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നത് എത്രയും പെട്ട് വന്നാൽ സ്തോത്രം. വളരെ ശ്രദ്ധിച്ചു വേണം ദൈവമക്കൾ ഇടപെടാൻ. ആളും കൂട്ടവും കണ്ടൊന്നും പതറുന്നില്ല. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ, കുട്ടനാട്ടുകാരോട് ഇത് പറയേണ്ട കാര്യമല്ല. 2 തോണി 2 വള്ളത്തെ കാല് വെച്ചാൽ വെള്ളത്തിൽ ആ വള്ളം കിടക്കുന്ന വള്ളമാകലും അവസാനം നീ വെള്ളത്തിലാകുക തന്നെ പിന്നെ എന്തെങ്കിലും കരക്ക് ഒന്നും പറയുന്നില്ല. 2 തോണിയല്ലേ കാല് വെച്ചേക്കുന്നേ. അവിടെ ഏലിയാവ് മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു. ബാല് ദൈവമാണെങ്കിൽ അവനെ സേവിക്കണം. അല്ല, യഹോവ ദൈവമാണെങ്കിൽ
അവനെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യണം. ഈ 2 തോണിയിലുള്ള പരിപാടി അങ്ങ് ഈ കൂടെ നടന്നു വെച്ച് പാര വെക്കുന്ന ആൾക്കാരുണ്ട്. കൂടെ ഉണ്ടോ ഉണ്ട് ഇല്ലേ? അയ്യോ അതേ ഉള്ളു കൂടുതൽ. ഒരു വണ്ടിയിലാ യാത്ര ചെയ്യുന്നത്. ഞാൻ പൊതുവിലാ പറയുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കരുത് എടാ പുള്ളി ഇതെന്തോ. ഒരു വണ്ടിയായി യാത്ര ചെയ്യുക, പുറകിലത്തെ സീറ്റ് ഇരുന്നുകൊണ്ട് പാര ഒപ്പിക്കുക. ഞങ്ങളിപ്പം വണ്ടിയാണ് പിന്നെ അവിടുന്ന് ഇപ്പം ഈ പറയാൻ വേണ്ട ഇല്ലേ, എഴുതിയാണല്ലോ വരുന്നത്. ഇപ്പം തിരുവല്ല കഴിഞ്ഞു. പിന്നെ അവിടുന്ന് കൂടെ ആരൊക്കെ ഉണ്ട്, മറ്റേ പുള്ളി ഉണ്ടോ, പിന്നെ വിളിക്കുക. ഈ മൂക്കി ശ്വാസമുള്ള ഒരുത്തനെ, ഞാൻ ഒരാളുടെ കാര്യമല്ല പറയുന്നത്, കൂടെ നടന്നുകൊണ്ട് ടോർപിഡോ വെക്കും. പുള്ളി കൂടെ ഉണ്ടോ? ഉണ്ട് അറിയണ്ട. ഇല്ല. പിന്നെ പറയാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾ എന്നെ നോക്ക്. സ്തോത്രം. പിന്നെ ഞാൻ പല കാര്യവും അല്ലേ, പ്രവാചകൻ പറഞ്ഞ പോലെ എൻ്റെ ദാസനെ പോലെ ജഗടൻ ആരുള്ളൂ? സ്തോത്രം. എന്നാൽ വിശ്വസ്തനായിട്ട് ഒരുവനുണ്ട്. ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. 10 രൂപ കിട്ടിയാൽ നിന്നെ ഒറ്റിക്കൊടുക്കും. 10 രൂപ കിട്ടിയാൽ നിന്നെ ഒറ്റിക്കൊടുക്കും. അത് കണ്ടു വേണം എല്ലാവരും മുൻപോട്ട് പോകാൻ. ഒരാളുടെ കാര്യമല്ല ഈ പറയുന്നത്. 10 രൂപ അന്നേരം നിന്നെ ഒറ്റും. 300 വെള്ളിക്കാശിൻ്റെ പ്രശ്നത്തിൽ വൈഷമ്യവും ബുദ്ധിമുട്ടും വന്നപ്പോഴേ അവൻ തീരുമാനിച്ചു ഒറ്റുവന്ന്. സൂക്ഷം അതുപോലെ പോയി 30 വെള്ളിക്കാശിന് ഒറ്റി. അവിടെ 300 അല്ലേ നഷ്ടമായത്, 30 നിന്നെ ഒറ്റും. ബാർഗെയിൻ ചെയ്യുന്നില്ലല്ലോ, കാരണം മുടക്കൊന്നുമില്ല, കിട്ടുന്നതാട്ടെ. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ നിങ്ങളുടെ അടുക്ക വന്ന് നല്ല ശേലിലും ചെമ്മാന്തരത്തിലൊക്കെ വർത്താനം പറഞ്ഞു നേരെ അപ്പുറേ കൊണ്ടുവന്ന് സ്തോത്രം സ്തോത്രം. നമ്മളവർക്ക് നീ വന്ന് അമ്മാമോ പ്രൈസ് ലാഡ്, അച്ചായ സ്തോത്രം, അതെ അച്ഛാ ഞങ്ങൾ ക്ഷീണമാണല്ലോ, ഷുഗറുണ്ടോ? എൻ്റെ ബേബി നിന്നെ കനപ്പിക്കാനൊന്നുമല്ല, നിന്നെ അടിയെ പിഴുതാനവൻ വരുന്നതാണ്. ഇതൊന്നും കണ്ടും കേട്ടും ഇളകരുത്, നീ ദൈവത്തിൽ പ്രത്യാശ വെച്ചോണം. ഏലിയാവ് അതുകൊണ്ടാ ചോദിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കും? ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടത്തെ കണ്ട് പുള്ളി ചാഞ്ചലിക്കുന്നൊന്നുമില്ല. അതാ സർവ്വജനത്തോടും. അങ്ങനല്ലേ 21 വായിച്ചേ. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ, സർവ്വജനത്തോടും. കണ്ടോ? ഇനി അടുത്തത് കമ്പി ഓടിച്ച് മുമ്പോട്ട് പോകുക. 3 കർമ്മേലിലെ ഏലിയാവിന്റെ കർമ്മേലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത 3 കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു കാര്യം ചെയ്യും. ബാലിന്റെ 450 പ്രവാചകന്മാരും അശേരുടെ 400 പ്രവാചകന്മാരുണ്ട്. അങ്ങനെ 850 നാളെ കർമ്മേലിലോട്ട് വാ. കർമ്മേലി വരുമ്പോഴേ യാഗം നടത്താൻ പോവുക. ആ യാഗത്തിന് ഞാൻ ഒരാളെ ഉള്ളൂ. അങ്ങനെ എഴുതിയേക്കുന്നത്, ഞാൻ ഒറ്റ ഒരാളെന്ന, ഞാൻ ഒരുത്തൻ മാത്രം ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ. അയ്യോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒറ്റ ഒരുത്തനേ ഉള്ളൂ. ഈ സന്ദർഭത്തിൽ ഇവിടെ നിങ്ങൾ 850 പേരുണ്ട്, 450 പിന്നെ വേണ്ട ആൾക്കാരുമൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷെ ഞാൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. നമ്മൾ യാഗം നടത്താൻ പോകാം. പക്ഷേ ഒറ്റ ഒരുത്തനേ ഉള്ളെങ്കിൽ പ്രമാണമാ. എനിക്ക് ഒരു കാള വേണം, അവർക്കും ഒരു കാള. അയ്യോ, ഞാൻ ഒന്നേ ഉള്ളെന്നാ എനിക്ക് ഒരു കാള വേണ്ട, അങ്ങനൊന്നും അല്ല. എനിക്ക് തന്നെയല്ല, എനിക്കിത് കണ്ടിക്കാനും എടുക്കാനും
എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും അങ്ങനൊന്നും പറഞ്ഞില്ല. ഒരു കാള എനിക്ക്, ഒരു കാള, ആള് കൂടിയാലും കുറഞ്ഞാലും യാഗം യാഗമാ, പ്രമാണം പ്രമാണമാ. സ്തോത്രം സ്തോത്രം. കാനം ലീലാമ്മയുടെ മകൻ സജി പാസ്റ്റർ എന്നോട് പറഞ്ഞതാ ചില കാര്യം എനിക്കറിയാം. അദ്ദേഹം മണിമലയിൽ വേല ചെയ്യാൻ ആരംഭിച്ചപ്പം ഒരു കുഞ്ഞുങ്ങൾ പോലും കൂടെ ആരാധിക്കുക, അദ്ദേഹവും ഭാര്യയും, എനിക്കൊന്ന് മൂത്ത കൊച്ചുണ്ടെന്ന് തോന്നുന്നു. ലീലാമാമ ശുശ്രൂഷ ഇല്ലാത്ത ദിവസങ്ങൾ അന്നേ അമ്മാമ്മയും പോവും. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞ, പാസ്റ്ററെ ഞങ്ങൾ 4 പേരെ ഉണ്ടെങ്കിലും നല്ല വൃത്തിയായിട്ട് സഭായോഗം നടത്തുമെന്ന്. പ്രാർത്ഥിച്ച് തുടങ്ങും, 2 പാട്ട് ഞങ്ങൾ പാടും, ആത്മാവി ദൈവത്തെ ആരാധിക്കും, ഞാൻ എഴുന്നേറ്റ് സങ്കീർത്തനം വായിക്കും, ഗാനപ്രതിഗാനമായി അവളും കൊച്ചുങ്ങളും ഏറ്റ്, വേറെ ആരും ഇല്ല. അത് കഴിഞ്ഞ് സ്വോത്ര കാഴ്ച എടുക്കും, ഞാൻ കൊടുക്കുന്ന കാഴ്ച തന്നെ, അത് അങ്ങോട്ട് തന്നെ ഇടുക, ഞാൻ തന്നെ പ്രാർത്ഥിച്ചത്, എന്നാലും ഇതിനൊന്നും മുടക്കം വന്നില്ലെന്നാ. അത് കഴിഞ്ഞ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ തന്നെ പ്രസംഗിക്കും, വേറെ ആരുമില്ല, ഇവർ മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവം അത് കണ്ടു. ആ പ്രയാസം അന്ന് ആനണ്ട് ഞങ്ങളവിടെ ലഘുലേഖയൊക്കെ കൊടുത്ത് പരസ്യത്തിന് പോയപ്പോഴാണ് കടന്നു പോയ ആനണ്ട് സാറിനെ ഒരാൾ ഉപദ്രവിച്ചത്, പാവം, മണിമലയെ വെച്ച്. അദ്ദേഹം വേല ചെയ്തു. ഇപ്പം നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കേ, ആ സഭ വലിയ സഭാഗോളം പണിതു, ആത്മാക്കളെയും ദൈവം കൊടുത്തു, നല്ല അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് IPCയുടെ അതിൻ്റെ ചുമതലയൊക്കെ ഉണ്ട് ഇപ്പം, ഉണ്ടോ? എന്നാൽ ഞാനും പെമ്പിളിയുള്ള, എന്നാൽ പെട്ടെന്നൊരു സങ്കീർത്തനം വായിച്ച് നമുക്ക് പോയാൽ കാടി ആരും ഇനിയും ഇല്ല. യോഗമായിട്ട് നടത്തി. ഏലിയാവ് തന്നെ ഇങ്ങനെ സാക്ഷ്യമുള്ള അനേകരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതേ ഇതുപോലെ ധാരാളം ദൈവദാസന്മാരുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ, എന്തും വേണ്ട ആൾക്കാർ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് പ്രമാണമാ. ഒരു കാള എനിക്ക്, ഒരു കാള അവർക്ക്. എന്നിട്ട് ഏലിയാവ് പറഞ്ഞത് പ്രമാണമാ. അടുത്ത ഒരു കാര്യം ഏലിയാ പറഞ്ഞു, പിന്നെ യാഗം നടത്താൻ നേരത്തെ കയ്യിന്ന് തീ ഒന്ന് വിടരുത്. കയ്യിന്ന് ഓരോരുത്തരും കയ്യിന്ന് തീ ഇടണ്ട, മുകളിൽ നിന്ന് തീ ഇറങ്ങണം. നിന്റെ കൈത്ത് ഒന്നും ഇതിനകത്ത് കത്തിക്കരുത്, അവൻ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണം. അങ്ങനെ ഏലിയാ പറഞ്ഞു. നിങ്ങൾ അതിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഞങ്ങൾക്ക് 2, അവർ 850, ഞാൻ ഒരുത്തൻ മാത്രം. ഞങ്ങൾക്ക് 2 കൂട്ടരും കൂടെ 2 കാള, ഒരു കാള എനിക്ക്, ഒരു കാള അവർക്ക് വന്ന 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത്, ഒരു കാളയെ അവര് തെരഞ്ഞെടുത്ത്, ഒരു കാളയെ അവര് തെരഞ്ഞെടുത്ത് ഖണ്ഡമാക്കി അതാ പ്രമാണം. കാളയെ നിങ്ങൾ തെരഞ്ഞെടുത്ത് കണ്ണമാക്കിയിട്ട് നിങ്ങളുടെ തീയൊന്നും അതിനകത്ത് ഇടരുത്. അടുത്തത് മറ്റേ കാളയെ ഞാനും ഒരുക്കി തീ ഇടാതെ വിറകിന്മേൽ വയ്ക്കാം. ഇതാണ് എന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള തീയൊന്നും ഇതിനകത്ത് ഇടണ്ട. ഇത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണം. ഇപ്പൊ അനേക ഇടങ്ങളിൽ അനേക പ്രിയപ്പെട്ടവര് സ്വന്തം തീ ഇട്ട് കത്തിക്കുക. അല്ലേ പറഞ്ഞ ആ തീ കത്തട്ടെ, ഫയർ. ഇവൻ ചുമ്മാ ഇങ്ങനെ നമ്മുടെ ഒരു തീയും ഇതിനകത്ത് കത്തിക്കണ്ട, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണം. മാനുഷികമായ ഒരു തീയും കത്തിക്കണ്ട, അന്യാഗ്നിയും കത്തിക്കണ്ട. അന്യാഗ്നി കത്തിച്ച കൊച്ചുങ്ങളുടെ ഗതികേട് അറിയാമല്ലോ. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണം. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയെങ്കിലേ ദഹിക്കേണ്ടതെല്ലാം ദഹിക്കൂ. നമ്മുടെ കൈത്തീ കൊണ്ട് ഇത് കത്തിച്ചാൽ പലതും ദഹിക്കത്തില്ല. ദഹിക്കാതിരിക്കുമ്പോ പിന്നെ ചീഞ്ഞു നാറും. അതല്ലേ പല സഭയിലും നാറ്റം. യാഗവസ്തുവേ കൊണ്ടുവച്ച് കഴിയുമ്പോൾ നമ്മുടെ തീ ഒന്നും ഇതിനകത്ത് കത്തിക്കരുത്. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയാണ് ഇതെല്ലാം ദഹിച്ച് ഭസ്മമാകും. നമ്മുടെ തീ ഇട്ട് കഴിഞ്ഞാൽ ഇത് കത്തുകയല്ല, ശരിക്കും ദഹിക്കത്തില്ല. ദഹിക്കാതെ മാംസം ബാക്കി വന്നാൽ പിന്നെ എന്തോ പറ്റും? 2 ദിവസം കഴിയുമ്പോൾ, 2 ആഴ്ച കഴിയുമ്പോൾ, കമ്മിറ്റി കൂടുമ്പോൾ, കൗൺസിൽ കൂടുമ്പോൾ പിന്നെ പയ്യെ ചീഞ്ഞ് നാറും. പിന്നെ ഓരോരുത്തരും എഴുന്നേറ്റ് വിടുപ്പലക്കാൻ തുടങ്ങും. അതാ പല ഇടങ്ങളിലും പല സ്ഥലങ്ങളിലും പലതും വഷളായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുന്നെങ്കിൽ, സ്വർഗത്തിലെ തീ ഇറങ്ങുന്നെങ്കിൽ അവൻ ദഹിക്കേണ്ടതെല്ലാം ദഹിക്കും.
ആ പാട്ടിന്റെ വരി എല്ലാവർക്കും ഓർത്തില്ലേ? ദഹിപ്പിക്കണം എന്നെ യാചിച്ച ജീവൻ നൽകണയൻ പ്രഭോ, ദഹിപ്പിക്കണം. ഓ ദഹിപ്പിക്കണം എന്നെ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കേ. വരുമ്പം പറയണം സ്തോത്രം. പണ്ടൊരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പം ഇച്ചിരി നിങ്ങൾ സഹിച്ചേ ഓക്കൂ ദൈവത്തിൻ്റെ മക. ഇപ്പം നിങ്ങൾ പറയും ഞങ്ങൾ എന്നും സഹിക്കുകയാണെന്നല്ലോ. അങ്ങനെ ഓക്കൂ. അപ്പൊ ശ്രദ്ധിക്കുക, ദഹിക്കണം. അത് കയ്യിൽ നിന്ന് തീയൊന്നും ഇടരുത്. ഈ സംഖ്യാപുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സഭയ്ക്കകത്ത് പ്രശ്നമായി. അയ്യോ, കുറെ ആൾക്കാരെല്ലാം കൊണ്ടങ്ങോട്ട് എതിരായി. ലേവി ഗോത്രത്തിൽപ്പെട്ടവനും പിന്നെ രൂപേൻ ഗോത്രത്തിൽപ്പെട്ടവനെല്ലാം കൂടെ ഉടക്കുണ്ടാക്കി. വായിച്ച 16:1 മുതൽ. അബീരാം, പെലേത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാർ. ഉച്ചാരണ ശുദ്ധിയെ പറ്റി പറഞ്ഞങ്ങോട്ട് നിർത്തിയതേ ഉള്ളൂ. വായിച്ചോ. സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. സഭയ്ക്കകത്ത് പ്രശ്നം, മത്സരം. അയ്യോടി, മത്സരം ആഭിചാരദോഷം പോലെ. വീട്ടിനകത്താണെങ്കിലും സഭയ്ക്കകത്താണെങ്കിലും ശുശ്രൂഷയിൽ മത്സരിച്ചാൽ ആഭിചാരത്തിന് തുല്യമാ. അല്ല, അവൻ കൂടോത്രം ഒന്നും ചെയ്യണ്ട. ഇവിടെ കിടന്ന് മത്സരിച്ചു പറഞ്ഞ അവര് ചെയ്തതാന്ന്. നിനക്ക് എന്നാ ചെയ്യാൻ, ആര് ചെയ്യാൻ? ഇതെല്ലാം നീ മത്സരിക്കുന്ന കൊണ്ട് വരുന്നതാ. സ്തോത്രം. മത്സരം ആഭിചാരദോഷം പോലെ. ഭാര്യ ഭർത്താവിനോട് മത്സരിച്ചാൽ, ഭർത്താവ് ഭാര്യയോട് മത്സരിച്ചാൽ, മക്കൾ മാതാപിതാക്കളോട് മത്സരിച്ചാൽ, മാതാപിതാക്കൾ മക്കളോട് മത്സരിച്ചാൽ, വിശ്വാസി ഉപദേശിയോട് മത്സരിച്ചാൽ, ഉപദേശി വിശ്വാസിയോട് മത്സരിച്ചാൽ ആഭിചാരം പോലെ. അതിനാരും ഒന്നും ചെയ്യണ്ട. ഇത് നമ്മളതെല്ലാം മത്സരിച്ചു പറഞ്ഞ് അവര് ചെയ്തതാന്ന്. ആരും ചെയ്തതല്ല, മത്സരമാണ്. അപ്പൊ ഇവിടെ സഭയ്ക്കകത്ത് മത്സരം വിവരിക്കുന്നില്ല അധികം. മത്സരം രൂക്ഷമായി. കോരകനെയും കൂട്ടരെ എല്ലാം കൂടെ ഭൂമി അങ്ങ് വിഴുങ്ങി. അപ്പൊ ഇതിനു മുമ്പ് തമ്പുരാൻ മോശ മുഖാന്തരം അരുളപ്പാട് കൊടുത്തൊരു കാര്യം ചെയ്യേ, ആർക്കാ ശുശ്രൂഷ ചെയ്യിപ്പിച്ചെന്ന് തെളിയണമല്ലോ. ഇവരോട് ഈ പിന്നെ കോരക രൂപേൻ ഗോത്രത്തിലെ ഉള്ള പ്രിയപ്പെട്ടവര്, ഓന്, പിന്നെ സംഘസദസ്യന്മാര് ഇവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക. നിങ്ങള് നാളെ തെളിയിക്കാൻ പോകും ആരാ ഈ ശുശ്രൂഷ ചെയ്യേണ്ടത്, ആരെയാ ശുശ്രൂഷ ചെയ്യിപ്പിച്ചത്. നിങ്ങൾ ധൂപകലശമെടുത്ത് അതിനകത്ത് ധൂപവർഗമിട്ട് നാളെ വരണം. ഇതാ പ്രമാണം കൊടുത്തത്. ധൂപകലശമെടുത്ത് അതിനകത്ത് ധൂപവർഗമിട്ടോണ്ട് നാളെ ഏത് വാക്യാ വായിച്ചേ? നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ധൂപകലശം എടുത്ത് അവയിൽ ധൂപവർഗമിട്ട് ഓരോരുത്തൻ ഓരോ ധൂപകലശമായി 250 കലശവും യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരുവിൻ. ഇങ്ങനെ പറഞ്ഞത്. ഈ അത് പിന്നത്തെ വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. തോക്ക് കയറി വെടിവെക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾ ധൂപകലശം എടുത്ത് അതിനകത്ത് ധൂപവർഗമിട്ട് യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾ അടുത്തു വരണം, കൊണ്ടുവരണം. അങ്ങനെ അവർ 17-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ധൂപകലശം എടുത്ത് അവയിൽ ധൂപവർഗമിട്ട് അതിനകത്ത് ധൂപവർഗമിട്ട് ഓരോരുത്തൻ ഓരോ ധൂപകലശമായി 250 കലശവും യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരുവിൻ. നീയും അഹരോനും കൂടെ
താന്താന്റെ ധൂപകലശവുമായി വരണമെന്ന് പറഞ്ഞു. അപ്പൊ 250 പേരോട് പറഞ്ഞു ധൂപകലശം എടുത്ത് അതിനകത്ത് ധൂപവർഗമിട്ട് നാളെ വരണം. നീ മകരോനും ആ വണ്ണം ചെയ്യണം. അടുത്തത് അങ്ങനെ അവർ ഓരോരുത്തൻ അവിടെ കണ്ടോണം. അങ്ങനെ അവർ ഓരോരുത്തൻ താന്താന്റെ ധൂപകലശം എടുത്ത് തീയിടാൻ പറഞ്ഞില്ലല്ലോ. 17ാമത്തെ വാക്യത്തിൽ തീയിടാൻ പറഞ്ഞില്ല. ധൂപകലശം എടുത്ത് ധൂപവർഗം ഇട്ടോണ്ട് വരാൻ പറഞ്ഞു. യവന്മാരെന്തോ ചെയ്തു? അതിനകത്ത് കയ്യിൽ നിന്ന് തീയും കൂടിട്ട്. നിന്റെ കൈത്തീ ഒന്നും ഇതിനകത്ത് ഇറക്കരുത്. സ്വർഗത്തിലെ തീ ഇറങ്ങണം. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണം. ആ തീ ഇറങ്ങിയാൽ ദഹിക്കേണ്ടതെല്ലാം ദഹിക്കും, ഭസ്മീകരിക്കേണ്ടതിനെ ഭസ്മീകരിക്കും. ആ തീ നിനക്ക് അനുഗ്രഹവും വിടുതലുമാണ്. ആട്ടെ, സ്തോത്രം. അപ്പൊ സ്വന്തം തീ ഇതിനകത്ത് ഇടരുത്. അതാ കർമ്മേലിലെ ഏലിയാവിന്റെ പാഠം. ഇനി അടുത്തത് കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതാ. എതിർകക്ഷികൾക്ക് ഇഷ്ടം പോലെ സമയം കൊടുത്തു. ഇഷ്ടം പോലെ, രാവിലെ മുതൽ ഉച്ച വരെ. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. ആ 26ാം വാക്യം വായിച്ചേ. ഉത്തരമരളണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. രാവിലെ മുതല് ഉച്ചവരെ എന്തും വേണ്ട സമയം കൊടുത്തു. ഇഷ്ടം പോലെ സമയം കൊടുത്തു. ഇഷ്ടംപോലെ സമയം കൊടുത്തു. സ്തോത്രം. അത് നല്ല കാര്യമാണ്. ഇനി സമയം കിട്ടാഞ്ഞിട്ടാ തീ ഇറക്കാഞ്ഞത്. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ചൊല്ലി പറയല്ലേ, സമയമില്ലാത്തത് കൊണ്ട് അന്നേരം ഒരു 2.5 മണിക്കൂർ അങ്ങ് കൊടുക്കണം. 2.5 മണിക്കൂർ. അത് അങ്ങനെ. ഞാൻ ഈ ദൈവദാസനെ സമയം ഒന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഇരുന്നതിൻ്റെ 2-3 കാരണം. അതിൽ ഒന്ന്, എന്നിൽ നിന്നും ഇച്ചിരി കേൾക്കണമെന്ന് ഓർത്താം. 2, അവർ എപ്പോഴും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഈ കൂട്ടായ്മയിലൊന്ന് വന്ന് സംബന്ധിക്കുക. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ചിലർക്ക് സമയം കൊടുത്താൽ, ഇന്നലെ ഞാൻ ഓർപ്പിച്ചതാണ്, സമയമില്ലാത്തത് കൊണ്ട് ലഭിക്കുന്ന സമയത്തിൽ നിന്ന് പറയണം. അത് ശീലിക്കണം. ശുശ്രൂഷയിലൊക്കെ നമ്മളും ആദ്യം വന്നപ്പോൾ അങ്ങനെ 2 മിനിറ്റ് കൊണ്ടിരിക്കും. ഈ അടുത്ത സമയത്ത് ഞാൻ മിക്കപ്പെടും ഈ ശവസംസ്കാരത്തിനൊക്കെ ചെല്ലുമ്പം അനേക കർത്തൃദാസന്മാരില്ലേ വരുന്നേ. അധികം സമയം കാണുകയില്ല, പെട്ടെന്ന് ഇരിക്കണം. കഴിഞ്ഞ ദിവസവും ബഹുമാനപ്പെട്ടൊരു കർത്തൃദാസനെ പറഞ്ഞു, അനീഷിനെ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ സമയം തന്നാൽ അത് അധികം എടുക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. അതിനുശേഷം പുള്ളിക്ക് എടുക്കാനാ, അപ്പോൾ കൊടുത്തോളാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള രംഗങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മനുഷ്യനെ മെനക്കെടുത്തരുത്. സ്തോത്രം. മെനക്കെടുത്തരുത്. സമയവും സന്ദർഭമൊക്കെ നന്നായിട്ട് നോക്കണം. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ സമയം കൊടുത്ത് രാവിലെ മുതൽ ഉച്ച വരെ ഉണ്ട്. ഇഷ്ടം പോലെ സമയം. അപ്പൊ ഇനി സമയമില്ലാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഒരു 2 മണിക്കൂർ കൊടുക്കും. പറയുകയും ചെയ്യണം. സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ തീ ഇറക്കാത്തെന്ന് പറയുന്നത്. അതിനാ ഇഷ്ടം പോലെ സമയം, രാവിലെ മുതൽ ഉച്ച വരെ യഥേഷ്ടം സമയം. അതാ കർമ്മയിലെ പാഠം. ഞാൻ ഒരിക്കലൊരു സഹോദരനോട് പറഞ്ഞു, സഹോദരാ, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു 2 മിനിറ്റത്തെ മെസ്സേജ് വേണം. ഒരു ശുശ്രൂഷകൻ 2 മിനിറ്റത്തെ മെസ്സേജ്, ഒരു 5 മിനിറ്റത്തെ മെസ്സേജും വേണം, ഒരു 10 മിനിറ്റത്തെ മെസ്സേജും ഒരുക്കി വെക്കണം, ഒരു അരമണിക്കൂറത്തെ മെസ്സേജ് ഒരുക്കി വെക്കണം. കൃപയും ആക്കവും ധൈര്യവും അതിനുള്ളൊരു പരിജ്ഞാനമുണ്ടെങ്കിൽ 1 മണിക്കൂറത്തത് ഒരുക്കി വെച്ചേക്കണം. പിന്നെയും പ്രാഗൽഭ്യവും അങ്ങനെയുള്ള കൃപയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറത്തെയും കൂടെ. ഇപ്പം ഏതൊരു സദസ്സിലോ സമയത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം പലതാ. അപ്പോൾ ചിലപ്പോൾ അവിടുത്തെ നടത്തിപ്പുകാർ പറയും, ബ്രദർ ഒരു 2 മിനിറ്റ് എടുത്താണ്ട്. അപ്പോൾ 2 മിനിറ്റ് പ്രാർത്ഥിച്ചങ്ങ് കൊടുത്തേക്കണം. ചില സ്ഥലത്ത് ചെല്ലുമ്പം പാസ്റ്റർമാർ പറയും, ഒരു 5 മിനിറ്റ് എടുക്ക്, 5 ഉണ്ടല്ലോ, അത് പ്രാർത്ഥിച്ചൊന്നുകൂടെ ബലപ്പെട്ടങ്ങ് കൊടുത്തേക്കണം. പ്രാർത്ഥിച്ചൊരുക്കണം.
അല്ല, അന്നേരം അവിടെ കിടന്ന് തപ്പുകയല്ല. വേറെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിലങ്ങളിൽ ചില പാസ്റ്റർമാർ പറയും, പാസ്റ്ററെ ആരംഭ സമയത്തൊക്കെ, പാസ്റ്ററെ നമ്മൾ വിളിച്ച പാസ്റ്റർ വരാൻ അല്പം വൈകും, പാസ്റ്റർ ഒരു അരമണിക്കൂർ എടുക്കണേ. അപ്പം ആ അരമണിക്കൂറത്ത് ഇപ്പോൾ ഓർക്കുന്നു, വേങ്ങസഭയിലെ ബൈബിൾ ക്ലാസ് കെ ചെറിയാച്ചനാണ് വരുന്നത്. വേങ്ങ പൊടിയച്ചനുള്ള സമയത്താണ്. പൊടിയച്ചൻ അമേരിക്കയിൽ നിന്ന് വന്ന് യോഗം നടത്തുക. അപ്പം നല്ല യോഗമാണ്. ഞാനും പോയി. ഏതാ കെ ചെറിയാച്ചൻ ഇന്ന് പഠിക്കാൻ പോയതാണ്. CP മോനായി അന്ന് അവിടെ ശുശ്രൂഷിക്കുന്നത്. അപ്പം ചെറിയാച്ചൻ വരാൻ വൈകി. അപ്പം CP മോനായി പാസ് പറഞ്ഞു, അന്വേഷിച്ചിട്ട് ആദ്യം സംസാരിക്കാം. ഞാൻ ചോദിച്ചാൽ എത്ര ചെറിയാച്ചൻ വരുന്നിടം വരെ. ഞാൻ പറഞ്ഞു, ചെറിയാച്ചൻ വന്നില്ലല്ലോ. വന്നില്ല, അങ്ങ് കൈകാര്യം ചെയ്യണം. അപ്പം ദൈവകൃപയെ ശരണപ്പെട്ട് ഞാനൊരു സബ്ജക്റ്റ് എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് എടുത്തു. ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറായപ്പോൾ ചെറിയാച്ചൻ വന്നു. ചെറിയാച്ചൻ വന്നൊരു വെള്ളമൊക്കെ കുടിച്ച് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, ബഹുമാനപ്പെട്ട ചെറിയാച്ചായൻ വന്നതുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോൾ ചെറിയാച്ചൻ പറഞ്ഞ് 5 കൂടെ എടുത്തോളാം. കാരണം പുള്ളി വെള്ളം വന്ന് കുടിച്ചൊന്ന് ഉണ്ടോ. അപ്പം നമ്മൾ അങ്ങനെയുള്ള രംഗങ്ങളിൽ അങ്ങനെ ആകണം. അല്ല, എനിക്ക് 1.5 മണിക്കൂറത്തെ ഞാൻ എവിടെ ചെറിയാച്ചനല്ല കറിയാച്ചൻ വന്നാലും ഞാൻ 1.5 മണിക്കൂറത്തെ വെച്ച് BKH പോവുള്ളെന്ന്. ഇതെല്ലാം ഞാൻ സഹിതം എല്ലാവരും ഇത് ശീലിക്കണം. നടത്തിപ്പുകാര് എനിക്കൊന്ന് ചുപ്പാസ്റ്റാ നമ്മുടെ ഒരു കേസ് ജോൺ ഉണ്ടായിരുന്നു. പുള്ളി കർത്തമേശ നടത്തി അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി പാനപാത്രം അങ്ങോട്ട് ഒഴിച്ച് അപ്പം സാധാരണ നമ്മുടെ ശൈലി ഉണ്ടല്ലോ. പുള്ളി അവിടെ നിന്ന് പറഞ്ഞ്, അപ്പം നിന്നോടാര് പറഞ്ഞു പാടാനെന്ന്. പുള്ളി അന്നാലും താക്കിയത്. അപ്പോൾ ഈ പുള്ളി നോക്കിയിരുന്നു. പൊതുവില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പം ചേർന്ന് പാടാൻ ഉണ്ടാ. അങ്ങനെയൊക്കെ ഉള്ളവരുടെ ശിക്ഷണത്തിൽ വന്നാൽ നല്ലതാ, നല്ല ശിക്ഷണമാണ്. സ്തോത്രം. അങ്ങനെ പഠിച്ച് കയറി വരണം. ദൈവത്തിന് മഹത്വം. അത് വളരെ അനുഗ്രഹമാണ്. പുള്ളി കർത്തമേശയുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23 മുതൽ വായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരമ്മാമ്മ ചാടി വായിച്ചു. സാധാരണ ഇത് സഹോദരന്മാരോ ദൈവദാസന്മാരുണ്ടെങ്കിൽ അവർ വായിക്കുന്നതാ കുറച്ചുകൂടെ ഉചിതം. അവർ മാത്രമേ വായിക്കാവുന്ന വാക്യമൊന്നുമില്ല, എന്നാലും ഉണ്ടല്ലോ. ഈ തള്ള കയറി ഇത് വായിച്ചു. ഉടനെ വായിച്ചുടനെ അപ്പച്ചൻ, നീ എവിടെ? പഴയ അപ്പന്മാരൊക്കെ അങ്ങനെ. ചിലത് മെനക്കേട് കൊണ്ട്, അത് വേറൊരു വിഷയം. എന്നാലും നല്ല ശിക്ഷണത്തിലൊന്ന് വളർന്നേ. നമ്മൾ എവിടെ ചെന്നാലും ഒരു കുഴപ്പവും വരികയില്ല. സ്തോത്രം. അത് നമ്മളെ ശാസിക്കുന്നതും വഴക്ക് പറയുന്നതൊക്കെ വളരെ അനുഗ്രഹമാണ് നമുക്ക്. അയ്യോ, ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഒരിക്കലൊരു സ്ഥലത്ത് ചെന്നപ്പം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അപാകത വന്നു. പുറകെ എഴുന്നേറ്റ പുള്ളി എന്നെ ഇരുത്തി പോരിപ്പിച്ചു. ഇരുത്തി എന്നെ ഉരുക്കിയേച്ചാ വിട്ടത്. അത് ഗുണമായി. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചേ പറയൂ. അന്നേരം ഞാൻ വല്യപ്പൻ ഇറങ്ങി വരുമ്പം കൂടെയുള്ളവനോട് പറയാം, വണ്ടി ഇടിച്ച് താഴോട്ട് ഇട്ടേക്കാൻ പറഞ്ഞാലോ. അയാൾ എന്നെ ആക്ഷേപിച്ചവനാ. അയാളെ ഭൂമിക്ക് മേളിൽ ഇനിയും വെച്ചോണ്ട് നമുക്ക് ഗുണമായി. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ചെന്ന് ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പം ഒരു ലൈറ്റ് കളർ ഷർട്ടാണ്. അന്ന് ഷർട്ടാണ് ലൈറ്റ് കളറ്. അത് ഒരാൾ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ തന്നതാ. സന്തോഷം കൊണ്ടിട്ട്. വെള്ളയല്ല, എന്നാൽ ലൈറ്റ് കളറ് പറയാൻ എനിക്കറിയത്തില്ല. അതിൻ്റെ രണ്ട് ബട്ടൺസ് ഇടാൻ ഇവിടെ ഒരു ചെറിയ ഇത്, അതിനെന്താ പറയുന്നത്, ഇവിടെ ഒരു ചെറിയ അപ്പോൾ ഇൻ ചെയ്തില്ല. അപ്പം പഴയ സഭയാണ്. പ്രസംഗമെല്ലാം കഴിഞ്ഞ് നിന്നപ്പം ഒരു അപ്പച്ചൻ മുന്നോട്ട് വന്നേച്ച്, പഴയ അപ്പച്ചനാണ്. എവിടാ വീട്? ഞാൻ പറഞ്ഞു എൻ്റെ അടുത്താണ്. എന്തോ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ബൈബിൾ സ്കൂളിൽ പഠിച്ചു. നല്ല പ്രസംഗമായിരുന്നു. അപ്പോൾ എനിക്കൊരു സന്തോഷം. നല്ല ഇനി മേലിൽ ഇത്ര ഷർട്ടിട്ടുകൊണ്ട് ഇവിടെ പ്രസംഗിക്കാൻ വന്നേക്കരുത്.
അപ്പൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അപ്പച്ചനോട് പറഞ്ഞില്ല, അപ്പച്ച അങ്ങനെ ഇനി വരത്തില്ല. അത് ഞാൻ നല്ല രീതിയിൽ അങ്ങ് എടുത്തു. അന്ന് ആ ശുശ്രൂഷ കഴിഞ്ഞ് അവിടെ നിന്ന് പോയപ്പോൾ അവിടെ ഇരുന്ന ദൈവദാസൻ എനിക്ക് സ്തോത്ര കാഴ്ച തന്നു. അല്പമല്ല നല്ല നന്മ തന്നു. ഞാനത് മേടിച്ച് സ്തോത്രം ചെയ്ത് മേടിച്ച് നേരെ ടൗണിൽ വന്ന് കടയിൽ കയറി വെള്ള തുണി എടുത്തു കൊണ്ട് അന്ന് ജിബ്ബ തയ്പ്പിച്ചു. അന്ന് ഈ ഇങ്ങനെ വെക്കുന്ന ഇത്രയും ജിബ്ബ അല്ല, ഇവിടെ ഇങ്ങനെ ചൈനീസ് കോളർ തയ്പ്പിച്ചു. ഒരു 4-5 മാസം കഴിഞ്ഞ് വീണ്ടും എന്നെ അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചു. ചെന്നപ്പോൾ ഞാൻ ഈ വെള്ള ജിബ്ബ പോലെ അമ്പതാരും ഈ അപ്പച്ചനുണ്ട്. ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഈ അപ്പച്ചൻ വന്ന് കൈ തന്ന് കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം തന്നേച്ച് പറഞ്ഞു, വീട്ടിലോട്ട് വന്നേച്ചാ പോകാവൂ. അവിടെ നിന്ന് പാസ്റ്ററോട് പറഞ്ഞു, ഈ പയ്യനെ ഞാൻ വീട്ടിലോട്ട് പോകണം, അവിടെ ഭക്ഷണം കൊടുത്തേക്കാം. അപ്പോൾ അപ്പച്ചൻ സഭയിലെ പ്രധാനിയാണ്. പാസ്റ്റർ പറഞ്ഞു, അപ്പച്ചൻ അങ്ങനെ ആരെയും അങ്ങനെ കൊണ്ടുപോകുന്ന അപ്പച്ചനല്ല. പാസ്റ്റർ പറഞ്ഞു കാണാൻ പറഞ്ഞു. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്നു. അന്നത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്കൊരു നല്ല സ്തോത്ര കാഴ്ചയും തന്നു. അന്നത്തെ കാലത്ത് തന്നേ ചപ്പച്ചൻ പറഞ്ഞു, മോനെ ഞാൻ പലരോടും ഇങ്ങനെയൊക്കെ പറയാം, പിന്നെ അവരാരും ഈ വഴി വരികയില്ല, എന്നെ പള്ളു പറയാം. എന്നിട്ടും കുഞ്ഞ് അത് അനുസരിച്ചല്ലോ. ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ലിഖിതമായൊരു പ്രമാണമെന്നോ കർക്കശമെന്നല്ല. നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മളത് അനുസരിച്ച് ഉൾക്കൊള്ളുന്നത് നമുക്ക് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അനുഗ്രഹമാണ്, ഒരു ദോഷവും വരികയല്ല. ദൈവത്തിന് മഹത്വം ആട്ടെ. ഈ സ്വന്തം തീ ഇടരുത്. അടുത്തത് ശത്രുപക്ഷത്തിന് ധാരാളം സമയം കൊടുത്തു. ഓടിച്ച് അവസാനിപ്പിക്കാം. കർമ്മേലിലെ ഏലിയാവിന്റെ ബന്ധത്തിൽ പഠിക്കുമ്പോൾ ഇവർ ഈ കണ്ണമായിട്ട് കാളയെ നുറുക്കി തുള്ളിച്ചാട്ടം നടക്കുന്നതല്ലാതെ അവിടെ തീ ഇറങ്ങുന്നില്ല. ബഹളം ഉണ്ടാക്കി തുള്ളിച്ചാട്ടമാണ്, ഭയങ്കര ബഹളമാണ്. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം തുള്ളലുമല്ലാതെ അവിടെ കാര്യമായ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തൊരുക്കി. ബാലെ ഉത്തരമരണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. അയ്യോ, ഇങ്ങനെ തുള്ളിച്ചാടുന്നതല്ലാതെ 29-ാമത്തെ വാക്യം കൂടെ ചേർത്ത് പാടുന്നത് ശബ്ദവുമില്ല, അനക്കോവില്ല, ചുമ്മാ തുള്ളിച്ചാട്ടമാ. വായിച്ചേ. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഒരനക്കമില്ല, ഒരു ശബ്ദമില്ല, ഉത്തരമില്ല. വെച്ച കണ്ടിച്ചതല്ല, അവിടെ തന്നെ ഇരിക്കുക. തുള്ളിച്ചാട്ടം നന്നായിട്ട്. ഇപ്പൊ ഒരുമാതിരിപ്പെട്ടെടുത്തെല്ലാം തുള്ളിച്ചാട്ടം നടക്കുന്നുണ്ട്, പക്ഷെ നടക്കേണ്ടതൊന്നും നടക്കുന്നില്ല. ഭയങ്കര ബഹളമാ. മൈക്കിന്റെ ഓളിയം എല്ലാം കൂടെ കൂട്ടി ഇതൊന്നും പോരെന്നാ. ഈ ഇവിടുത്തെ മൈക്കാന്ന് നല്ല മൈക്കാ, നമ്മുടെ ഷായിച്ചാനാ മേടിച്ചു വന്നേക്കുന്നത്. നല്ല മൈക്കാ, ഒരു കുഴപ്പവും ഇല്ല. ഇവിടെ പിന്നെ ഈ മൈക്ക് ഓപ്പറേറ്ററെ നമുക്ക് വാഴുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാ, നല്ലൊരു സഹോദരനെ ആരെയും ഒരാളെ കിട്ടുകയാണെങ്കിൽ, ഇതിപ്പോൾ ചീഫ് പാസ്റ്റർ ഇടയ്ക്ക് ഇവിടെ തമ്പേർ കൊട്ടണം, സങ്കീർത്തനം വായിക്കാൻ ചിലപ്പം വരണം, തിരുമേശയുടെ അതിനിടയ്ക്ക് അവിടെ പോയി, ഇതെല്ലാം ഒക്കുന്നില്ല. അപ്പോൾ ഒരാളെ വിനുവിനറിയാമോ? യോഗം കഴിഞ്ഞ് എന്നെ കണ്ടേ പോകാവുള്ളൂ. സ്തോത്രം. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവര് 8 മണിക്കാണ് യോഗമെങ്കിൽ 7:30 വന്ന് അത് ക്രമീകരിക്കണം. സ്തോത്രം. ഇനി ഒരാളെ ആക്കുമ്പം അതുപോലെ തമ്പേറ, സൈഡ്രമ്മ, തബല, അങ്ങനെയുള്ള ഉപാധി അത് നേരത്തെ കൊണ്ടുവന്നല്ല, ട്യൂണുമല്ല. സ്തോത്രം. പാട്ട് പാടുന്നവര് പാട്ട് പാടുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. സ്തോത്രം.
പിള്ളേർ സൺഡേ സ്കൂളിൻ്റെ പാട്ട് പാടുക, അവർ സെലക്ട് ചെയ്തായി വരുന്നത്, എങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുക. ഇവിടെ വരുമ്പം ഏതേലും ഒരു പാട്ട് പാട്, ഏത് പാട്ട്, ഏതേലും പാട്. ചില സഭയിൽ ചെന്നേ പ്രാർത്ഥിച്ചു പറയും, പാസ് പറയാം നമുക്ക് പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. അപ്പം വിശ്വാസിക്ക് ഏത് പാട്ടാ, ഏതേലും ഒരെണ്ണം പാട്. പണ്ട് തള്ള പാടി എന്നാൽ കേൾക്കുന്നത് സത്യമോ അസത്യമോ, സിനിമാ പാട്ട് പാടി തള്ള. പാസ് പറഞ്ഞ് ഏതേലും പാട്ട് പാടാം. അപ്പം തള്ളയ്ക്ക് ഇതിന് അറിഞ്ഞ് തള്ള ഉടനെ പാടി അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ശരീരമെന്ന് കേട്ടപ്പോൾ ഏതാണ്ട് കൊള്ളാം, വേദപുസ്തകപരമായിട്ട് അക്കരെ ഇക്കരെ ഇതൊക്കെ വേദപുസ്തകത്തിലുള്ള പ്രയോഗങ്ങളാണല്ലോ. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ഏതാണ്, ഏതേലും പാട്ടാണോ പാടുന്നത്? ആരാധനാ യോഗം തുടങ്ങുമ്പോൾ സ്തുതിഗീതങ്ങളാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ വർണ്ണിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഗീതങ്ങൾ. അപ്പൊ ഇവിടെ ഈ ശബ്ദ ഒച്ച നടക്കുന്നതല്ലാതെ കാര്യമൊന്നും നടക്കുന്നില്ല. ഓടിച്ചു നിർത്തുക. ഏഴാമത്തെ കാര്യം, അവിടെ യാഗപീഠം നന്നാക്കി. വായിച്ചേ അതിന്റെ 30-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ്. യാഗപീഠം അവൻ തീ ഇറങ്ങണമെങ്കിൽ, അവൻ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങണമെങ്കിൽ അവൻ നന്നാക്കണം. ഇടിഞ്ഞു കിടക്കുന്നതെല്ലാം നല്ലതുപോലെ നന്നാക്കണം. ഞാനധികം നിന്ന് വിവരിക്കുന്നില്ല, നന്നാക്കണം. അത് ചിലർ നന്നാക്കത്തുമില്ല, നന്നാകാൻ അനുവദിക്കത്തുമില്ല. എവനും നന്നാകിയാല ആരേലും നന്നാകാന്ന് വിചാരിച്ച നന്നാക്കത്തുമില്ല. ഇന്നലെ ഞാൻ ഓർപ്പിച്ചില്ല, പട്ടി തിന്നുകയില്ല, ഒരു സഹോദരി നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കും, വെളുപ്പിനെ ഇരുന്ന് പ്രാർത്ഥിക്കും. ആ സഹോദരൻ അന്നേരം ചോദിക്കുന്നതാ, മതി ഇരുന്ന് ആടിയത്, വെളുപ്പിനെ മുതൽ നാട്ടം തുടങ്ങുകയാണല്ലോ. പുള്ളി പ്രാർത്ഥിക്കുന്നുമില്ല. പ്രാർത്ഥിക്കുന്നവരെ എന്നാൽ അവരും പ്രാർത്ഥിക്കുന്നതിന് മുന്നേ അങ്ങേർക്കൊരു കട്ടനിട്ട് കൊടുത്ത് വെച്ച് പ്രാർത്ഥിക്കണ്ടേ? അല്ല, തലേന്നെ ഫ്ലാസ്കിനകത്ത് പുള്ളി രണ്ട് വശത്തും ഉണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് നന്നാക്കണം. അടുത്തത് ഇന്നലെ വായിച്ചല്ലോ 31-ാമത്തെ വാക്യത്തിൽ ആ ഇസ്രായേൽ ഗോത്രത്തിന്റെ സംഖ്യക്ക് ഒത്തവണ്ണം വായിച്ചേ. 31 യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ ഒത്തവണ്ണം ദൈവത്തിന് മഹത്വം. ഒത്തവണ്ണമായിരിക്കണം. ഒന്ന് നന്നാക്കണം, രണ്ട് ഒത്തവണ്ണം ചെയ്താൽ സൂച സ്വർഗത്തിന് തീ ഇറങ്ങും. 33-ാമത്തെ വാക്യത്തിലെല്ലാം അടുക്കി, അങ്ങനല്ലേ? വിറക് അടുക്കി, അടുക്കും ചിട്ടയും. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അടുക്കുണ്ടായിരിക്കണം. പഴമക്കാരെ ഒരു പഴഞ്ചൊല്ല് പറയും, അടുക്ക് പറയുന്നവൻ അഞ്ഞാഴി, മുട്ടി മുറിക്കുന്നവന് മുന്നാഴി എന്ന. അടുക്ക് പറയുന്നവർക്കാ അല്ല, എൻ്റെ ഓർഡറല്ലേ. ഞങ്ങളെ തുരുത്തി താമസിക്കുമ്പം 2 നിലയുടെ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരാനൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അയ കെട്ടണം. ആ പൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് കയറ് എടുത്താൽ അപ്പുറത്തോട്ട് വലിച്ചു കെട്ടാം. നമുക്ക് അത്ര അറിവില്ല. പലരും കയറ് കെട്ടിയിട്ട് അതെല്ലാം അഴിഞ്ഞഴിഞ്ഞ് പോരുക. ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ അന്ന് നമ്മുടെ പാപ്പച്ചൻ വന്ന് അതായി അതിന് അടുക്ക് പറയുന്നത്. പാപ്പച്ചൻ വന്ന് കയറിഞ്ഞ് തരാൻ പറഞ്ഞു. എൻ്റെ പാപ്പച്ചൻ ആ കയറിൻ്റെ അവിടെ ഒരു 5-6 കെട്ടങ്ങ് കെട്ടിയപ്പം ഇത്രയും മുഴച്ചിരുന്നു. ഇനി കയറ് വലിക്കാൻ പറഞ്ഞ് ഊരിപ്പോരുന്നില്ല, ഉടക്കി നിൽക്കുക. നമ്മൾ വലിക്കുമ്പോഴല്ലേ അത് അവിടോട്ട് കെട്ടുമ്പോൾ കയറ് ഒടിഞ്ഞ് പോരുക. അടുക്ക് പറഞ്ഞ് കണ്ടോ? ആപ്പച്ചൻ വന്ന് ചേട്ടൻ കെട്ട് പ്രായമുള്ള ബുദ്ധി കണ്ടോ? അവർ 5-6 കെട്ടിയപ്പം ബോള് പോലായി. പിടിച്ച് വലിച്ചപ്പോൾ അവിടെ തടഞ്ഞു നിന്നു. അടുക്ക് എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. അത് ജീവിതത്തിലും ശുശ്രൂഷയിലുമെല്ലാം അടുക്കും ചിട്ടയും. യോഗം നടത്തുമ്പോൾ അതിനൊരു അടുക്കും ചിട്ടയുണ്ട്, ഇല്ലേ? ഉചിതമായിട്ടും ക്രമമായിട്ടും ചില എന്നതാണോ ഒരു ചിട്ടയില്ല. തുടങ്ങുന്നത് എങ്ങനെ, നിർത്തുന്നത് എങ്ങനെ, ഇടയ്ക്കത്തെ ഒരു ചിട്ടയും ക്രമവും ഇല്ല. അടുക്കും ചിട്ടയും വേണം. അപ്പോൾ അടുക്കി. ഇനി അടുത്തത് ആ ഭാഗം പഠിക്കുമ്പോൾ ഭോജനയാഗം കഴിക്കുന്ന നേരം, അതായത് 36-ാം വാക്യം വായിച്ച നേരം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്ത് ചെന്നു. അപ്പൊ ഇതിന്റെ സമയത്ത് അടുത്ത് ചെന്നു. ദൈവത്തിന്റെ മഹത്വം.
രണ്ട് കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇതെല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി ഒരൊറ്റ പ്രാർത്ഥന. സ്തോത്രം. ഒറ്റ പ്രാർത്ഥന. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമേ, ഞാൻ നിന്റെ ദാസൻ, നീ എന്റെ ദൈവം. ഈ ജനം കാൺക തീ ഇറങ്ങണം, ഞാൻ നിന്റെ നാമത്തിൽ നിന്റെ കൽപ്പന പ്രകാരം ഇത് ചെയ്തെന്ന് വെളിപ്പം. 38-ാം വാക്യത്തിൽ ഉടനെ തീ ഇറങ്ങുന്ന വായിച്ചേ. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഉടനെ സ്വർഗത്തിലെ തീ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗം തീ ഇറക്കും. ഞാനും നിങ്ങളും പലപ്പോഴും ചെയ്യേണ്ടതൊന്നും ചെയ്യത്തില്ല, മുഴുവൻ പ്രാർത്ഥനയ്ക്കകത്തൂടാ ചെയ്യുന്നത്. അല്ല, നാം ചെയ്യേണ്ട കാര്യങ്ങൾ, അടുക്കേണ്ട കാര്യങ്ങൾ, ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ, അത് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തേച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ട് നീ 2 വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, സ്വർഗം തീ ഇറക്കും. സ്വർഗത്തിന് തീ ഇറങ്ങണം. ദൈവത്തിന് മഹത്വം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അടുത്തത്, ഈ തീ ഇറക്കി ആമേൻ ഏലിയാവ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതായിട്ട് പിന്നെ കാണുന്നു. മടുത്തു പോകാതെ 7 വട്ടം പൃഥ്വിയോട് പറഞ്ഞു, വലിയ മഴ പെയ്യാൻ പോവാ, നീ അങ്ങോട്ട് പോയി കടലിലോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. ഇവൻ ആദ്യം പോയി ഒന്നും കാണുന്നില്ല. പിന്നെ ഒടുവിൽ പറഞ്ഞ് കൈപ്പത്തി പോലെ ഒരു മേഘം. 7 പ്രാവശ്യം. അത് എന്ന് പറഞ്ഞാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഒരു ദൈവ പൈതൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ, നാളുകളിൽ ഒരു വിടുതൽ കണ്ടില്ലല്ലോ എന്നോർത്ത് ചഞ്ചലിച്ചു പോകരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പൗലോസ് പറഞ്ഞല്ലോ, സകല പ്രാർത്ഥനയാൽ യാചനയാൽ ഏറെ നേരത്ത് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ 46-ാമത്തെ വാക്യം പറയുക, ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വരാൻ പോകുക. വായിച്ചേ. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ സൂക്ഷം ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വരും. യഹോവയുടെ കൈ നിന്റെ മേൽ വന്നാൽ അത്ഭുതം നടക്കാൻ പോകുക. യഹോവയുടെ കൈ നിന്റെ മേൽ വന്നാൽ വിടുതലയക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. ഒരു കാര്യോടെ പറഞ്ഞു നിർത്തയേ, ദൈവത്തിന്റെ കൈ വന്നപ്പോൾ സംഭവിച്ചതോടെ പറയാ. ദൈവത്തിന് മകത്ത് ആഗാബിന്റെ രഥത്തിന് മുമ്പാകെ ഓടിക്കുക. പ്രൈസ് ദി ലോർഡ്. ആഗാബിന്റെ പ്രാർത്ഥിക്കുന്നവന്റെ ഓട്ടത്തിന് ദൈവം സ്പീഡ് കൂട്ടും. നിന്റെ ബലഹീനത ദൈവം മാറ്റും. നിന്റെ രോഗബന്ധനങ്ങളെ ദൈവം അടിക്കും. നിന്റെ ക്ഷീണങ്ങളെ ദൈവം മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം കൂടെ പറയാ. ആഗാബ് ഭക്ഷിച്ച് പാനം ചെയ്യാൻ മല കയറിപ്പോയപ്പോൾ ഏലിയാവ് പ്രാർത്ഥനയ്ക്ക് മുടങ്കാലം അടക്കി. അനേകരും 3-4 നേരം ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഭക്ഷണമെല്ലാം വെടിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതൽ മടുത്തു പോകരുത്, ക്ഷീണിക്കരുത്, തളർന്നു പോകരുത്. നിന്റെ മേൽ ദൈവം ശക്തിയായിരിക്കാൻ പോയാ. ആഗാബ് ഭക്ഷിച്ച് പാനം ചെയ്ത് മല കയറി പോയപ്പോൾ ഏലിയാവ് മുഴങ്കാലിൽ മേലിരിക്കാൻ തുടങ്ങി. അങ്ങനെ മുഴങ്കാലിൽ നീ ഇരുന്നാൽ ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വരും. അങ്ങനെ ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വന്നാൽ ആഗാബിന്റെ രഥത്തിന് മുമ്പാകെ ദൈവം നിന്നെ ഓടിപ്പിക്കും. എന്ന് പറഞ്ഞാൽ നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. ശുശ്രൂഷ നിലച്ചു പോയിട്ടില്ല. ഇനി അനേക ഇടങ്ങളിൽ നീ ഓടിയെത്തുവാനുണ്ട്. ഇനി ഈ ശുശ്രൂഷ തികയ്ക്കുവാനുണ്ട്. അനേകരെ അഭിഷേകം ചെയ്യാനുണ്ട്. എല്ലാവരും അല്പസമയങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. തേജസ്സിന്റെ ശുശ്രൂഷയ്ക്കായി എല്ലാവരും ഒരുക്കുവാൻ, അത്ഭുതങ്ങൾ നടക്കുവാൻ എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ പഴയ പാട്ടിന് 2 ചരണങ്ങൾ കൈകളടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കരുത്ത് തോട്ടിലെ വെള്ളം മാറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലോ. കരുത്തു തോട്ടിലെ വെള്ളം മാറ്റിയാലും കാക്കയിൻ വരവ് നിന്നിടിലും. ഓ ദാരവ തോരുക്കി ഏലിയാവേ പോറ്റിയ കൈയടിച്ച് പ്രതികൂലമാനവധി വന്നിടിലോ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടതയാണ്
കാത്തിടോ എന്നാല് കൂടമാല ബാല ബാല ധീരബാല എൻകാന്തൻ കാത്തിടോ എൻ പ്രിയൻ കൈയടിച്ച് ചേർന്ന് ഓ മുൻപ് ചെങ്കടലാർ തീരച്ച എതിരാവിൻപിൽ വൻവൈ പിൻഗമിച്ച ഓ മുൻപ് ചെങ്കടലാർ തീരച്ചാലെതിരാ പിൻപിൽ വൻവൈ പിൻഗമിച്ച ഓ ചെങ്കടലിൽ കൂടി ചെങ്കൽ കൂടമാല ബാല ബാല ധീരബാല ഭൈടബാല ധീരബാല ഭൗഡബാല ഓ ചെങ്കാടലിൽ കൂടി ചെങ്കൽ അക്കരയെത്തിക്കോ അമ്മ പാതറുകയില്ല ഞാൻ ബാല ബാല ധീരബാല ഭൈടബാല ധീരബാല നദി വന്നിടിലോ വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ എൻകാന്തൻ കാത്തിടോ എൻ പ്രിയൻ പോറ്റിടോ എന്നാല് ഓ അന്ത്യന്മാരെ എൻകാന്തൻ കാത്തിടോ കൂടബാല ബാല ബാല വീരബാല ഭൈരബാല ഓ മണ്ണോടു മണ്ണ ഞാൻ അമർന്നു പോയാൽ എൻകാന്തനേശു കൈവിടില്ല മണ്ണോട് മണ്ണ ഞാൻ അമർന്നു പോയാൽ എൻകാന്തനേശു കൈവിടില്ല ആമേ എന്നെ ഉയർപ്പിക്കും കൂടബാല ഭൈടബാല വീരബാല ഭൈരബാല വീരബാല ഭൈടബാല വീരബാല ഓ എന്നെ ഉയർപ്പിക്കും ഓ കൈകൊള്ളു ഏടയേ ഓ പാതറുകയില്ല ഞാൻ കൂടബാല ഭൈടബാല വീരബാല ഭൈടബാല വീരബാല ബാലബാല വീരബാല ബാലബാല വീരബാല ഭൈടബാല വീരബാല ഭൈടബാല വീരബാല ഭൗഡബാല ബാലബാല അർദ്ധവേദി വൈദരാജ ധീരബാല ഭൈടബാല ബാലബാല വീരബാല ഭൈടബാല ഓ രിഗബാല ബടബാല വീരബാല ബാലബാല വീരബാല ആരാധിക്കാം ഓ രിഗബാല ബടബാല വീരബാല ഭൈടബാല വീരബാല വീരബാല ബാലബാല വീരബാല ഭൈടബാല വീരബാല ഭൈടബാല ധീരബാല അർദ്ധവേദി വൈദരാജ ധീരബാല ബടബാല വീരബാല ബാലബാല ഓ ജീസസ് വീരജ രഗദല ജൂഡബാല ബാലബാല വീരബാല ഭൈടബാല അർദ്ധവേദി വൈദരാജ ധീരബാല ഭൈടബാല വീരബാല കൂടബാല ബടബാല ധീരബാല വൗഷസ് കടബാല വീരബാല ബാലബാല ധിര ധര ധിരി 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 ഓ രിബിക ബടബട ബടബട ദിരിബിക ബടബട കരമുയർത്തി ഹല്ലേലൂയ പാടാം ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു അങ്ങയെ സ്തുതിക്കുന്നു ഈ ഞായറാഴ്ചയും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ അങ്ങ് കൃപ നൽകിയത് ഓർത്ത് കർത്താവിനെ കുഞ്ഞുങ്ങളിലൂടെ കർത്താവിന്റെ വചനം അവർക്ക് പറയുവാൻ ദൈവം കൃപ കൊടുത്തനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ പ്രിയപ്പെട്ടവർക്കെല്ലാം കൃപ നൽകിയതിനായി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു പത്തനാപുരത്തുനിന്ന് കർത്താവ് പ്രിയ സാംബാസ്യം കുടുംബത്തെയും കർത്താവ് കൂട്ടുവരുത്തിനായി സ്തോത്രം നാളുകളായി നിന്റെ മക്കൾ ആഗ്രഹിച്ചു ഒരാരാധനയ്ക്ക് വേണ്ടി ഞടിങ്ങളോടൊപ്പം അത് ദൈവം അവിടെ നിവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ ദാസൻ്റെ മടക്കിയാത്തിലും ദൈവത്തിന് കൃപ കൂടിയിരിക്കണമേ മിനിസ്ട്രിയോട് കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം സംസാരിച്ച് കർത്തദാസന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വചനം കർത്താവേ ദൈവജനത്തിന് വിളമ്പുവാൻ അഭിഷക്തനെ ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു ഏലിയാവിൻ്റെ ദൈവം ഞങ്ങൾക്കായി ജീവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ഇരുതോണിൽ കാല് വയ്ക്കുന്നവർ പലയിടങ്ങളിലായിട്ടുമുള്ളപ്പോൾ യഹോവയെ സേവിക്കുവാൻ ഞാൻ ഒരുവൻ മാത്രമേ ശേഷിക്കുന്നു പറഞ്ഞ് ഒരൊറ്റയാനെ പോലെ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി വീറോടെ നിന്നെങ്കിൽ കർത്താവെ ഞങ്ങൾ ഒറ്റയ്ക്ക് മാത്രമാണ് നിൽക്കുന്നത് എല്ലാവരും ഞങ്ങൾക്ക് എതിരാണ് പ്രതികൂലമാണ് എന്നാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇടിയങ്ങൾക്ക് വേണ്ടി വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ദൈവം മാനിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്
ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ഓൺലൈനിലൂടെ രാവിലെ സമയം മുതൽ ഈ സമാപന മിനിറ്റ് വരെയും ഓൺലൈനിലായിരുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കണമേ. ദൈവകൃപയിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആലപ്പുഴ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിനായി സ്തോത്രം. അവിടെയും അതിന് സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസനെ അധികാരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിനായി സ്തോത്രം. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. വരുന്ന ആഴ്ചകളുടെ കൂട്ടായ്മകളിൽ ദൈവസാന്നിധ്യവും ദൈവകൃപയും പകരണമേ, കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. സർവമാനം സർവ മഹത്വസ്തുതിയും സർവബഹുമാനം സർവ മഹത്വസ്തുതിയും സർവേശ്വരനായ യഹോവയ്ക്കു ദാനമേ. സർവേശ്വരനായ യഹോവയ്ക്കും ദാനമേ. വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ചോർത്ത സകല വിഷയങ്ങളുടെ മേലും വചനം സംസാരിച്ച ദൈവവൃത്തിന്റെ മേലും ഇന്ന് ഞങ്ങളുടെ മധുരായിരിക്കുന്ന അതിഥികളെ കടന്നു പ്രിയപ്പെട്ടവരുടെ മേൽ, വിശേഷാൽ പ്രിയ സാംബാസ കുടുംബത്തിന്റെ മേലും ലോകമെമ്പാട് ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേലും അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളെല്ലാം കർത്താവിന്റെ മേഘപ്രത്യക്ഷതയോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പകലും ജയം നിരക്ക് കർത്താവിന് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പാടോ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭക്ഷണം വരാൻ ഒരു അല്പസമയവും കൂടെ എടുക്കും. വന്നോ? ഇല്ല, ഇന്ന് എന്തോ അവർക്കൊരു തടസ്സമുണ്ട്. സാധാരണ 11 കഴിയുമ്പം വരുന്നതാ. അന്നേരം അങ്ങ് നിർത്തിയാൽ പിന്നെ ചിലർ പോവുകയൊക്കെ ചെയ്തുകൊണ്ട് അല്പസമയം കൂടി ഇരുന്നത്. അത് മനഃപൂർവ്വം നിങ്ങളെ ഉപദ്രവിച്ചതെന്ന് വിചാരിക്കരുത്.